ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് പഠിച്ചു. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്, അതിൻ്റെ ബെനഫിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫോമൻസ് അപ്രൈസൽ. ഒരു എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. നമുക്ക് മൊത്തം ടെക്നിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ മെത്തേഡും അതുപോലെ തന്നെ മോഡേൺ മെത്തേഡും. ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ഏകദേശം എത്ര ഒരു 5-8 ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റാങ്കിങ് മെത്തേഡ്. എന്താണ് റാങ്കിങ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, റാങ്കിങ് മെത്തേഡ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഓഫ് ജഡ്ജിങ് ദ വർക്ക് ഓഫ് എംപ്ലോയി ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലില്ല അല്ലെങ്കിൽ ഒരു എംപ്ലോയിൻ്റെ വർക്ക് സിംപ്ലി ജഡ്ജ്മെൻറ്റ് നടത്തി റാങ്ക് നിർണ്ണയിക്കുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, റാങ്കിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഓഫ് ജഡ്ജിങ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ് ഇൻ എ ഗ്രൂപ്പ്. റാങ്ക് ആർ അസൈൻഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ പെർഫോമൻസ്. ഓരോ എംപ്ലോയിൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നതെന്ന് പറഞ്ഞു, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നടത്തുന്ന റിവ്യൂവിനനുസരിച്ചിട്ട് എംപ്ലോയിക്ക് എന്ത് ചെയ്യുക, അയാളെ പെർഫോമൻസിനനുസരിച്ചിട്ട് എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക, റാങ്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. റാങ്ക്സ് ആർ അസൈൻഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ പെർഫോമൻസ്. അവിടെ പെർഫോമൻസിനനുസരിച്ച് റാങ്ക് എന്ത് ചെയ്യുക, എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ദ വർക്കേഴ്സ് ഡിഫർ ഇൻ ദെയർ പെർഫോമൻസ്. എന്താണ്? എല്ലാ എംപ്ലോയി എന്താവില്ല ഒരേപോലെ ആവില്ല അവർ വർക്ക് ചെയ്യുക. ചില ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്യും, ചില ആളുകൾ അത്ര നന്നായിട്ട് വർക്ക് ചെയ്യില്ല. ദ വർക്കേഴ്സ് ഡിഫർ ഇൻ ദെയർ പെർഫോമൻസ്. അപ്പോൾ എംപ്ലോയീസ് എപ്പോഴും എന്തായിരിക്കും, അവിടെ വർക്കിൽ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. ദ ബെസ്റ്റ് പെർഫോമർ ഈസ് റാങ്ക്ഡ് ഫസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ റാങ്ക് ഇടും. ഏതൊരു നീറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഒക്കത്തിന് എന്തുണ്ട്, റാങ്ക്. യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏതൊരു എക്സാം കഴിഞ്ഞാൽ റാങ്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് തന്നെയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് അവിടെ എന്തും വരിക, റാങ്ക് വരിക. ദ ബെസ്റ്റ് പെർഫോമർ ഈസ് റാങ്ക്ഡ് ഫസ്റ്റ് ആൻഡ് ദ വേസ്റ്റ് വർക്കർ ഈസ് റാങ്ക്ഡ് ലാസ്റ്റ്. ഏറ്റവും മോശമായിട്ട് തീരെ വർക്ക് ചെയ്യാത്ത വേസ്റ്റായിട്ടുള്ള ആളുകൾ എംപ്ലോയിനെ വർക്കർ എന്ത് ചെയ്യും, ലാസ്റ്റും റാങ്ക് ചെയ്യും. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ദ ഇൻഡിവിജ്വൽ ഈസ് യൂസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് ലെസ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് അൾട്രേഷൻ റാങ്കിങ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനനുസരിച്ച് അവർ റാങ്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പെയ്ഡ് കമ്പാരിസൺ. സെക്കൻഡ് മെത്തേഡാണ് പെർഫോമൻസ് അപ്രൈസൽ. ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നതാണ് എന്താണ്, പെയ്ഡ് കമ്പാരിസൺ. ദിസ് ടെക്നിക് ഈസ് പ്രോബബ്ലി മോർ അക്യുറേറ്റ് ദാൻ റാങ്കിങ് മെത്തേഡ്. റാങ്കിങ് മെത്തേഡിലാറ് ഒന്നും കൂടിയും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇത്, പെയ്ഡ് കമ്പാരിസൺ. But with a large number of employees, it becomes extremely time consuming and difficulty to conduct. പെയ്ഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എംപ്ലോയിനെ വേറെ എംപ്ലോയിയുമായിട്ട് കമ്പയർ ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്, ശരിക്ക് പെയ്ഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സ്ഥാപനം ഒരുപാട് എംപ്ലോയീസുകളുണ്ട്, എന്ത് സാധ്യമല്ല, പെയ്ഡ് കമ്പാരിസൺ റിസ്കി ടാസ്ക്കാണ്. അവിടെയൊക്കെ എന്തേ നടക്കുള്ളൂ, റാങ്കിങ് ആണ് പോസിബിൾ ആകുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് എംപ്ലോയി ഉണ്ടാകുമ്പോൾ ടൈം കൺസ്യൂമാണ്. കാരണം ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്യണം, തമ്മിൽ കമ്പാരിസൺ നടത്തണമെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഈച്ച് പേഴ്സൺ ഈസ് കമ്പയർഡ് വിത്ത് അതർ പേഴ്സൺസ് ഇൻ പെയേഴ്സ് അറ്റ് എ വൺ ടൈം. എന്താണ്, ഓരോരുത്തരെയും ഓരോ എംപ്ലോയിയുമായിട്ട് എന്ത് ചെയ്യുക, കമ്പാരിസൺ നടത്തുക. ഓൺലി വൺ ട്രൈറ്റ് ഈസ് കൺസിഡർഡ് ഈച്ച് ടൈം ഓഫ് കമ്പാരിസൺ. എല്ലാവരും തമ്മിൽ ഇപ്പോൾ ഒരാൾ ലീഡർഷിപ്പ് മാത്രം അല്ലെങ്കിൽ അയാളുടെ ജോലി സമയം ഏതെങ്കിലും ഒരു ട്രൈറ്റ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പാരിസൺ. ഒരേ സമയത്ത് ഒരു ട്രൈറ്റ് മാത്രം വെച്ചിട്ട് എന്ത് നടത്താൻ പറ്റുള്ളൂ, കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ. അതാണ് പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്
വലിയ ഒരുപാട് എംപ്ലോയീസ് ലാർജ് ഫേമുകളിലൊന്നും എന്ത് പോസിബിൾ അല്ല, പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ് പെർഫോമൻസ് അപ്രൈസലിന് പോസിബിൾ അല്ല. പിന്നെ വരുന്നതാണ് ഗ്രേഡിംഗ് മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഗ്രേഡിംഗ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സർട്ടൻ കാറ്റഗറീസ് ഓഫ് എബിലിറ്റീസ് ആർ ഡിഫൈൻഡ് ഇൻ അഡ്വാൻസ്. എന്താണ് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുക. കാറ്റഗറീസ് ഓഫ് എബിലിറ്റീസ് ആർ എക്സലൻറ്റ്, വെരി ഗുഡ്, ആവറേജ്, പുവർ, ഔട്ട്സ്റ്റാൻഡിങ്, സാറ്റിസ്ഫാക്ടറി, എക്സെട്ര. അതിനനുസരിച്ച് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ എക്സലൻറ്റ്, അതിലേറെ കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾ വെരി ഗുഡ്, കുറച്ചൊരു മിഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ ആവറേജ്, കുറച്ച് മോശമായിട്ടുള്ള ആൾ പുവർ, വളരെ മോശമായിട്ടുള്ള ആളെന്താണ് വെരി പുവർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി. ഇങ്ങനെ റാങ്ക് ചെയ്യുന്ന, ഇങ്ങനെ ഗ്രേഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഗ്രേഡിംഗ് മെത്തേഡെന്ന് പറയുന്നത്. അപ്പോൾ 3 മെത്തേഡ് നമ്മൾ പഠിച്ചു. റാങ്കിങ് മെത്തേഡ്, പെയ്ഡ് കമ്പാരിസൺ, ഗ്രേഡിംഗ് മെത്തേഡ്. ഗ്രേഡിംഗ് മെത്തേഡിലെന്ന് പറഞ്ഞാൽ എക്സലൻറ്റ്, വെരി ഗുഡ്, ആവറേജ്, പുവർ, ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഗ്രേഡുകളാക്കിയിട്ട് പെർഫോമൻസ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നതിന് ഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഗ്രാഫിക്സ് സ്കെയില്. എന്താ ഗ്രാഫിക്സ് സ്കെയില്? ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, നിങ്ങൾ റിസർച്ചിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും. എഡിറ്റിംഗ് കോഡിംഗ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലുണ്ടാവും ഗ്രാഫിക്സ് സ്കെയിലൊക്കെ. ദിസ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ മെത്തേഡ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഗ്രാഫിക്സ് സ്കെയിൽ. ദിസ് ടെക്നിക്ക് ഈസ് മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് റിലയബിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെയ്ഡ് കമ്പാരിസണും ഗ്രേഡിംഗ് മെത്തേഡും റാങ്കിങ്ങും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്, ഗ്രാഫിക്സ് സ്കെയിൽ. ടിപ്പിക്കലി എ ഗ്രാഫിക് സ്കെയിൽ അസസ് എ പേഴ്സൺ ഓൺ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹിസ് വർക്ക്. ഗ്രാഫിക് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എംപ്ലോയിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കറെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി, ആളെ വർക്കിലുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രാഫിക് സ്കെയിൽ വെച്ചിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഈസ് ഹി ഔട്ട്സ്റ്റാൻഡിങ്, എബോവ് ആവറേജ്, ആവറേജ്, അൺസാറ്റിസ്ഫാക്ടറി. ഈ രീതിയിൽ അതിനെ അനലൈസ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാഫിക്സ് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 5ാമത്തെ മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ്. അണ്ടർ ദിസ് മെത്തേഡ് ചെക്ക് ലിസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രൈറ്റ്സ് ഓഫ് എംപ്ലോയി ഇൻ ദി ഫോം of yes or no based question is prepared. Here the writer only does the reporting or checking and HR department does the actual evaluation. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യലുണ്ട്, നിങ്ങൾ എത്ര ദിവസം ആബ്സെൻ്റ് ആകലുണ്ട്, എത്രയാണ് ഫാറ്റീജ്, റെസ്റ്റ് ടൈം എത്രയാണ്, ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എംപ്ലോയീസിനോട് അതിൽ എസ് ഓർ നോ അല്ലെങ്കിൽ അങ്ങനെ ടിക്കിടാൻ പറഞ്ഞിട്ട് ടോച്ചമസ് ക്വസ്റ്റ്യനോ അങ്ങനെ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക, ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യും, HR ഡിപ്പാർട്ട്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യും. ആ മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ചെക്ക് ലിസ്റ്റ് മെത്തേഡെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം മെത്തേഡ്സിലെ ട്രഡീഷണൽ മെത്തേഡിൽ 5 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. റാങ്കിങ് മെത്തേഡ്, പെയ്ഡ് കമ്പാരിസൺ, അതുപോലെ തന്നെ ഗ്രേഡിംഗ് മെത്തേഡ്, ഗ്രാഫിക് സ്കെയിൽ, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ്. റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് റാങ്ക് നിർണ്ണയിക്കുക. 1, 2, 3 ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് 1, പിന്നെ നെക്സ്റ്റ് പെർഫോം ചെയ്യുന്ന ആൾക്ക് 2, അങ്ങനെ കൃത്യമായിട്ട് റാങ്ക് നിർണ്ണയിക്കുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പെയ്ഡ് കമ്പാരിസൺ. ഒരു എംപ്ലോയിനെ വേറെ എംപ്ലോയിയുമായിട്ട് കൃത്യമായിട്ട് കമ്പാരിസൺ നടത്തുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, പെയ്ഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഗ്രേഡിംഗ് മെത്തേഡ്. എന്താണ്, എക്സലൻറ്റ്, ഗുഡ്, സാറ്റിസ്ഫാക്ടറി, ഹൈലി സാറ്റിസ്ഫൈഡ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്കെയിലുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രേഡ് ചെയ്യുന്ന മെത്തേഡാണെന്ത്, ഗ്രേഡിംഗ് മെത്തേഡ്. പിന്നെ ഗ്രാഫിക് സ്കെയിൽ എന്താണ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനനുസരിച്ച് ഗ്രാഫിക് സ്കെയിൽ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, ഗ്രാഫിക് സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ 5ാമത്തെ മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ്. എന്താണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ
ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് എസ് ഓർ നോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അത് വെച്ചിട്ട് എംപ്ലോയീസിനെ അനാലിസിസ് നടത്തുന്ന രീതിനെയാണ് എന്ത് പറയുന്നത്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡിലെ അഞ്ച് ട്രഡീഷണൽ മെത്തേഡിലെ 5 മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ട് നിങ്ങളിതിൽ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി 5 മെത്തേഡുകളും മോഡേൺ മെത്തേഡും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.